Hey all, welcome to the Pro Wrestling Analyst channel. പ്രോ റെസ്ലിംഗ് ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു റോൾ റംബിൾ കഴിഞ്ഞുള്ള WWE ഇവന്റ്സ്? ഇവന്റ്സിൽ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ സി എം പങ്കിന്റെയും സി എം പങ്കിന്റെയും റോമൻ റെയിൻസിന്റെയും ഫൈനൽ ആ സെഗ്മെന്റ് അത് വളരെ നൈസായിരുന്നു. നിനക്ക് എന്നാ ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? അത് നല്ലതായിരുന്നു. റോമൻ ഇവഞ്ച്വലി അവർ മെയിൻ ഇവന്റ് സീൻ സെറ്റ് ചെയ്ത് നല്ലതായിരുന്നു. ആ പ്രോമോ അടിപൊളിയായിരുന്നു. ഇപ്പം ഈ എന്നാ പറയുന്നത്, ഈ റോമൻ ഈ ഇടയ്ക്കിടയ്ക്ക് വന്നേച്ച് ഈ മെയിൻ ഇവന്റ് സീനിലോട്ട് പോകുന്ന ആ സെറ്റപ്പ് വെച്ച് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം ഇപ്പം തന്നെ 10 വർഷത്തോളമായിട്ട് അളിയൻ തന്നെയാണ് മെയിൻ ഇവന്റ് സീനിൽ. അതിനെ വെച്ച് നോക്കുമ്പം ഇതെങ്ങനെ കൊണ്ടുപോകുന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രോമോ അടിപൊളിയായിരുന്നു. സി എം എങ്ക് ഒബ്വിയസ്ലി സി എം എങ്കിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അറിയാമല്ലോ, നല്ലൊരു പ്രോമോയാണ് പുള്ളി. അപ്പം പുള്ളി ആ രീതിക്ക് അത് സെറ്റ് ചെയ്തെടുക്കും. പിന്നെ റോമനാണേലും പഴയതിലും ഒത്തിരി ബെറ്റർ ആയിട്ടുണ്ട്. അഭിനയിക്കാനൊക്കെ പോയി ആക്ടിംഗ് ഒക്കെ പഠിച്ചുകൊണ്ടായിരിക്കാം ആ സ്കില്ല് അളിയൻ പുറത്തെടുക്കുന്നുണ്ട് പ്രോമോയിലൊക്കെ. അതുകൊണ്ട് അത് കണ്ടിരിക്കാനും നല്ല ഒരു രസമുണ്ടായിരുന്നു. ആ മെയിൻ സീൻ എങ്ങനെ ആയിരിക്കും എന്ന് അറിയാനായിട്ടൊരു ആകാംക്ഷ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രീതിയിൽ ആ രീതി നോക്കുമ്പോൾ ഒരു ഇപ്പം റോഡ് ടു റെസൽമേനിയ കിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് വേണേൽ പറയാം. അതെ, അതിൽ നല്ല ഹിസ്റ്ററി അവർ എക്സ്പ്ലെയിൻ ചെയ്തതും ഇപ്പം ആ ഒരു ഈവൻ സി എം പങ്കിനെ സൈനിങ് ചെയ്യാൻ വേണ്ടി റോമൻ റെയിൻസ് ആണെന്ന് സമ്മതിച്ചത് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സി എം പങ്ക് തിരിച്ച് ആദ്യം തന്നെ ഇവരെ കൊണ്ടുവരാൻ വേണ്ടി സി എം പങ്കിന്റെ സേവ് ചെയ്യാൻ വേണ്ടിയാണ് ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സി എം പങ്ക് പറയുന്നത് ആ ഒരു ഷീൽഡ് ആയിട്ട് വന്നതൊക്കെ അല്ലേ, ഷീൽഡ് ആയിട്ട് കൊണ്ടുവരാൻ ഇവനാണ് കാരണം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഹിസ്റ്ററിക്കലി അത് ഒത്തിരി കൊണ്ടുവന്നത് നല്ലൊരു കാര്യമായിരുന്നു. കാരണം ഈ ഒരു ഫ്യൂഡ് അവർ കണ്ടിന്യൂ ആണ്. കാരണം ഈ അവർ തമ്മിലൊരു ഫ്യൂഡ് ഓൾറെഡി സട്ടിലായിട്ടുണ്ട്. ലോങ് ടൈം ആയിട്ടൊരു ഫ്യൂഡ് നമ്മൾ വാർ ഗെയിംസ് തൊട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഫ്യൂഡ് അത് ഇതിലോട്ട് എന്തുകൊണ്ട് റോമൻ സി എം പങ്കിനെ ചൂസ് ചെയ്യുന്നു എന്നുള്ള രീതിക്ക് ഒരു നല്ല സെറ്റപ്പായിരുന്നു. വളരെയധികം അത് നമുക്ക് ഏറ്റവും ആകാംക്ഷകരമായി നമുക്ക് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ മെയിൻ ഇവന്റ് നമുക്ക് ഈവൻ അതായത് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ വെച്ച് നോക്കുമ്പോഴത്തേന് ഈ പ്രാവശ്യം നമുക്ക് വേൾഡ് ഹെവി വെയിറ്റ് ചാമ്പ്യൻഷിപ്പിന്റെ മെയിൻ ഇവന്റ് കാണാനുള്ള ഒരു ആകാംക്ഷ നമുക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് ഇവർ രണ്ടുപേരും രണ്ട് ടോപ്പ് ഗൈസ് വന്നപ്പോൾ. അതുപോലെ തന്നെ ഈ പുതിയ റെൻഡിഷൻ ഓഫ് ഈ വേൾഡ് ഹെവി വെയിറ്റ് ചാമ്പ്യൻഷിപ്പ് ആദ്യമായിട്ടാണ് റെസൽമേനിയ മെയിൻ ഇവന്റ് ചെയ്യുന്നത്. അതും വലിയൊരു മാർക്കി ഇവന്റ് ആണ്. അതെ. സ്റ്റെഫനി വാക്യൂർ ആൻഡ് റെക്കേൽ റോഡ്രിഗസിന്റെ വിമൻസ് ചാമ്പ്യൻഷിപ്പും ഒരുപാട് അത് അത്യാവശ്യം നല്ലൊരു സെഗ്മെന്റ് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് റോഡ്രിഗസിനെയാണ് ആ ഒരു മെയിൻ ഇവന്റ് പിക്ചറിലായിട്ട് അങ്ങനെ കയറി വരുന്നതിന്റെ ഒരു പുഷ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. റക്കേലിൻ്റെ പഴയ NXT റണ്ണ് പോലെ തന്നെ അവരൊരു പയ്യൊരു പുഷ് കൊണ്ടുവരുന്നുണ്ട് മെയിൻ ഇവന്റ് സീനിലോട്ട്. അതുപോലെ തന്നെ ഇവർ തമ്മിലുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും സ്പാനിഷാണ്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഇംഗ്ലീഷ് അല്ലാതെ വേറൊരു ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആ കെമിസ്ട്രി കൊണ്ടുവരാനും പറ്റുന്നുണ്ട് രണ്ടുപേർക്കും. ആ ഒരു കെമിസ്ട്രി അവർ ഇൻറിങ്കിലും അത് വളരെ വർക്കൗട്ട് ആവുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇനിയും വക്കേറിൻ്റെ ചലഞ്ചർ ആരായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം ലിവ് മോർഗന് ആരെ വേണമെങ്കിലും ചലഞ്ച് ചെയ്യാം. അപ്പം ലിവ് മോർഗൻ ആരെ ചലഞ്ച് ചെയ്യുന്നു എന്ന് വെച്ചിരിക്കും മെയിൻ അവരുടെ വിമൻസിൻ്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് സീൻ പോകുന്നത്. അപ്പം അതിനനുസരിച്ച് ആയിരിക്കും കാര്യങ്ങൾ. ഇപ്പം എലിമിനേഷൻ ചേംബറിൽ നമ്പർ 1 കണ്ടൻറ്റേഴ്സ് മാച്ചും ഉണ്ടല്ലോ. അപ്പം അത് വെച്ച് ഈ ലിവ് മോർഗൻ ആരെ ചലഞ്ച് ചെയ്യുന്നു അനുസരിച്ച് ആൾക്കാർ സെറ്റ് ചെയ്യുവരും. അതായിരിക്കും ഇനി മുന്നോട്ട് കാണാൻ പോകുന്നത് വിമൻസ് ചാമ്പ്യൻഷിപ്പ് സീനിൽ. അതുപോലെ തന്നെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പം എങ്ങനെയായിരിക്കും വിമൻസ് ടാഗ് ടീം ചാമ്പ്യൻസ് മുന്നോട്ട് പോകുന്നത് നമുക്ക് കണ്ടറിയാം. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് പറയുമ്പോഴത്തേനും നമുക്കിപ്പം വിമൻസ് എലിമിനേഷൻ ചേംബർ ക്വാളിഫയർ മാച്ച് ശരിക്കും പറഞ്ഞാൽ അതും ഒരു നല്ല ഒരു ഇതായിരുന്നു. ടിഫനിയും ചെൽസി ലാഷ് ലെജൻഡും. ഞാൻ ലാഷ് ലെജൻഡ് ജയിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. ഞാൻ വിചാരിച്ചിരുന്നത് ലാഷ് ലെജൻഡ് ചെൽസിയെ പിൻ ചെയ്യും. അതിനുവേണ്ടി ചെൽസി അവിടെ പ്ലേസ് ചെയ്തതെന്നാണ് ഞാൻ ആക്ച്വലി വിചാരിച്ചിരുന്നത്. പക്ഷേ ടിഫനിയാണ് അതിൽ വിന്നർ ആയതും. ടിഫനി അഡ്വാൻസ് ആയി അടുത്ത
ഇതിലോട്ട് അഡ്വാൻസ് ആയി. ഒരു പൊസിഷൻ അങ്ങനെയായി. ഈ ബാക്കിയുള്ള അഞ്ച് പൊസിഷൻസ് ഉണ്ട്. അത് ആരൊക്കെ വരുമെന്ന് നമുക്ക് കണ്ടറിയാം. മാച്ച് നൈസായിരുന്നു. മാച്ച് ഇവന്റ് ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത് റിസൾട്ട് അവർ ടിഫിനിയെ ജയിപ്പിച്ചത് പോലും എനിക്ക് തോന്നുന്നത് ഇപ്പം ടിഫിനി ഒത്തിരി നാൾ കഴിഞ്ഞ് റിട്ടേൺ ആയിരുന്നു റോയൽ റംബിൾ. അപ്പോൾ അത് കഴിഞ്ഞ് ടിഫിനി ഒരു ഫോർമർ വുമൻസ് ചാമ്പ്യനാണ്. അപ്പം അവളെ ഒറ്റയടിക്ക് ഇപ്പോൾ ഈ മാച്ചിൽ നിന്ന് കളയാതെ അവളെ ഒരു മാച്ച് അവളെ ജയിപ്പിച്ചിട്ട് പിന്നെ ഇപ്പം ലാസ്റ്റ് ലെജൻഡ് പിന്നീടാണേലും വേണമെങ്കിൽ അവർക്ക് വേണം ഒരു അവസരം കൂടെ കൊടുക്കാം. അതായത് ഒരു ലൂസേഴ്സ് ഫൈനൽ പോലെ തന്നെ 6ാമത്തെ ആൾക്ക് വേണ്ടി റോയിന്ന് സ്മാക്ഡൗൺ ഇന്നും ഉള്ള ഒരു മാച്ച് പോലെ വെച്ച് വേണമെങ്കിൽ ലാസ്റ്റ് ലെജൻഡിനെ അതിനകത്ത് വെക്കാം. അത് മാത്രമല്ല ലാസ്റ്റ് ലെജൻഡ് ഇപ്പോൾ ഒരു നായ ജാക്സിൻ്റെ കൂടെ ഒരു ടാഗ് ടീമിന് ഇൻവോൾവ്. അത് ഒരു പക്ഷേ അത് മുന്നോട്ട് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിലോട്ട് ലീഡ് ചെയ്യുമായിരിക്കും. കാരണം ഒരു ബാക്ക് ടാഗ് സെഗ്മെന്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇയോ സ്കൈയും റിയ റിപ്ലൈ ഇവർ രണ്ടും കൂടെ ഉള്ള ഒരു സെഗ്മെന്റ്. അപ്പം പക്ഷേ അതും അതിനകത്തോട്ട് ലീഡ് ചെയ്യുമായിരിക്കും. ഈ മെയിൻ ഇവന്റ് അല്ലെങ്കിൽ ഈ റെസൽമേനിയ സീൻസിലോട്ട് ലീഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പം നടക്കുന്നത്. അതുകൊണ്ട് അറിയത്തില്ല. ലാസ്റ്റ് ലെജൻഡിനെ അവർക്ക് ഓഫ് കോഴ്സ് പുഷ് ചെയ്യാനുള്ള ഒരു മെയിൻ പ്ലാൻ ഉണ്ട്. അവളുടെ ഇപ്പോഴത്തെ ആ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അവളെ എങ്ങനെയാണ് റോയൽ അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും പുള്ളിക്കാരി ഒന്ന് പുഷ് ചെയ്യാനുള്ള പരിപാടിയാണെന്നുള്ളൂ. അപ്പം അത് നൈസായിട്ടങ്ങ് പോയാൽ മതി. അതെ, അത് പോകും തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നയയാണെങ്കിലും ഒരു സൈഡ് ലൈൻ ആയിട്ട് നിൽക്കുന്നു. ഇപ്പം അത് ഒരു ടാഗ് ടീമിൽ വേണ്ടി തന്നെയാണ്. ഇപ്പൊ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന് വേണ്ടി എനിക്ക് തോന്നുന്നത് ഇപ്പം എല്ലാരും ഇപ്പം മെയിൻ അവൈലേഴ്സ് ഉണ്ടായിരുന്ന എല്ലാരും ഇപ്പം ബെയ്ലി, പിന്നെ ചെൽസി വേണമെങ്കിൽ ഇവളും ഉണ്ട്. ചിലപ്പോ ഒരു എന്നാ പറയുന്നത് ഒരു ഫൈനൽ ഫോർവേയോ അല്ലെങ്കിൽ ഒരു ലാഡർ മാച്ചോ അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും റെസൽമേനിയയിലോട്ട് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ലീഡ് ചെയ്യാനുള്ള ഒരു വുമൻസിന്റെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. അതായിരിക്കും നല്ലത്. കാരണം ഒത്തിരി വിമൻസിനെ ഇൻവോൾവ് ചെയ്യാൻ പറ്റും. ചുമ്മാ കുറെ പേര് ചുമ്മാ സൈഡ് ലൈനിൽ ഇരിക്കാതെ ഇപ്പൊ ബെയിലിക്കാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ വലിയ ഒരു സെഗ്മെന്റ് ഒന്നും കിട്ടുന്നൊന്നുമില്ല. അതുകൊണ്ട് വേണമെങ്കിൽ ഒരു നല്ലൊരു ടാഗ് ടീം 6 മാൻ ലാഡർ മാച്ചോ 6 മാൻ അല്ലെ ഫേറ്റൽ ഫോർവേയോ അങ്ങനെയെല്ലാം വെച്ച് ഒരു ടാഗ് ടീം ടൈറ്റിൽ മാച്ച് റെസൽമേനിയ നടത്താൻ പറ്റുവാണെങ്കിൽ നല്ലൊരു പരിപാടിയായിരിക്കും. ചെൽസിക്ക് അതിനകത്ത് ഒത്തിരി ഗുണമുണ്ട്. ചെൽസിയുടെ ശരിക്കും പറഞ്ഞ ഹിസ്റ്ററി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ചെൽസിയും പെൻഡായും തമ്മിൽ പണ്ട് ലൂച്ച അണ്ടർഗ്രൗണ്ടിൽ അടിപൊളി ഒരു മാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ചെൽസിക്ക് ഇതുവരെ അതുപോലെ ഒരു നല്ലൊരു പെർഫോമൻസ് WWE കാണിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇത് നല്ലൊരു വേദിയാണ് ചെൽസിക്കും എല്ലാവർക്കും ഒന്ന് പെർഫോം ചെയ്യാനും ഷൈൻ ചെയ്യാനായിട്ടുള്ളത്. അതിപ്പോ ഒരു പബ്ലിക് ആയ ഒരു ട്രൂത്ത് തന്നെയാണ്. ചെൽസിയുടെ മുകളിൽ ഒരു സീലിംഗ് ഉണ്ട്. ചെൽസിക്ക് ആ സീലിംഗ് കടക്കാൻ പറ്റില്ലെന്ന് ഇപ്പം പബ്ലിക് ആയ ഒരു ഇതാണ്. പക്ഷെ അതുകൊണ്ടാണ് ആകാംക്ഷ നമുക്കിപ്പം നമ്മളെല്ലാരും ചെൽസി ഒന്ന് മുന്നോട്ട് കയറും എന്നുള്ളൊരു പ്രതീക്ഷയിൽ എല്ലാവരും നിൽക്കുന്നത്. അത് എനിക്കും ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യമാണ് ചെൽസി. കാരണം ചെൽസി കഷ്ടപ്പെട്ട് ഒന്ന് റിലീസായതിന് തിരിച്ചു വന്ന് അവളുടെ കഷ്ടപ്പാട് കൊണ്ട് അവള് എത്രയും സെറ്റപ്പ് ആയത്. അവളുടെ പഴയ മാച്ച് TNA ക്യാരക്ടർ ആയിരുന്നേലും ലൂച്ച അണ്ടർഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നതാണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു. നല്ലൊരു പെർഫോമറുമാണ്. ആ ഒരു എന്നാ പറയുന്നത് സ്റ്റോറി റൺ ചെയ്യാൻ അവൾക്ക് നല്ലൊരു കഴിവുണ്ട്. ഇപ്പം അത് WWE കണ്ട് ഒന്ന് സെറ്റപ്പാക്കി. ഇപ്പം WWE ഇപ്പം മറ്റേ അളിയൻ മൈക്കിൾ ഹേസ് പറഞ്ഞ പോലെ അവളുടെ സീലിംഗ് ഇത്രേ ഉള്ളൂ. ബാക്കിയുള്ളവരെ എൻഹാൻസ് ചെയ്യാനായിട്ടാണ് അങ്ങനെ ഒരിക്കലും അങ്ങനെ ഒരു അഭിപ്രായമുള്ള ആളല്ല. അവളൊരു വേൾഡ് ചാമ്പ്യൻ മെറ്റീരിയലാണ്. അവളെ അത് അനുസരിച്ചൊന്ന് ഇപ്പോൾ എന്നാ പറയുന്നത് അവൾക്ക് അതിനനുസരിച്ചുള്ള ഒരു ബുക്കിംഗ് കൊടുത്താൽ മതി. എല്ലാം ബുക്കിങ്ങിലാണ്. ഇപ്പം നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. റോമൻ ആണെങ്കിലും ആദ്യത്തെ റോമൻ്റെ സീരീസ് ആൾക്കാർ കൂവി ഓടിക്കുമായിരുന്നു. പക്ഷേ റോമനെ ആ രീതിക്ക് ബുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ ഒരു ട്രൈബൽ ചീഫ് എന്നുള്ള ക്യാരക്ടറിലോട്ട് അവനെ ബുക്ക് ചെയ്യാൻ കൊണ്ടുവന്നപ്പം അവന് ഇപ്പോൾ കിട്ടുന്ന ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന ഒരു എന്ന് പറയുന്നത് അങ്ങനെ അവർ ബുക്ക് ചെയ്തുകൊണ്ട് മാത്രം. അതുകൊണ്ട് ചെൽസി ആണല്ലോ അങ്ങനെ ബുക്ക് ചെയ്താൽ സെറ്റപ്പ് ആയിക്കോളും. ബുക്കിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേന് ഇപ്പൊ ആക്ച്വലി വിഷൻ ആയിരുന്നു നമുക്ക് റോയൽ റംബിൾ കഴിഞ്ഞിട്ട് ഉള്ള ഫസ്റ്റ് റോയില് വിഷനാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ ബ്രോൺ ബ്രേക്കറിന്റെ ഫ്രസ്ട്രേഷൻ, അവന് റംബിളിൽ നിന്ന് എലിമിനേറ്റ് ആയതിന്റെ ഫ്രസ്ട്രേഷൻ പുള്ളി തീർക്കുമായിരുന്നു ഫസ്റ്റ്. ബട്ട് അന്നേരത്തേന് ആഡം പിയേഴ്സുമായിട്ടൊരു കംഫർട്ടേഷനും കാര്യങ്ങളും എല്ലാം ആയിട്ട് നിന്നപ്പോഴത്തേനാണ് റിട്ടേൺ ഓഫ് LA Knight. ലൈറ്റിന്റെ റിട്ടേൺ നൈസ് ആയിരുന്നു. വന്നു അറ്റാക്ക് ലോഗൻ പോളിനെയും ഓസ്റ്റിൻ തിയറി അറ്റാക്ക് ചെയ്യുമായിരുന്നു അല്ലെ. പിന്നെ
ഇപ്പം LA നൈറ്റിനാണെങ്കിലും ഇതുപോലെ തന്നെ ഒരു സീലിംഗ് വെച്ചിരിക്കുന്ന പോലെ ഇത്രയും പോപ്പുലർ ആയിട്ടും സൗദിയിലെ അവൻ്റെ റിട്ടേൺ എൻട്രൻസ് പോലും റോയൽ റംബിളിൽ വന്നപ്പോൾ തന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു സൗദി ക്രൗഡിന്. അത്രയും അതെ അതെ സപ്പോർട്ടുള്ള ഇതുപോലെ സപ്പോർട്ടുള്ള ഒരു മനുഷ്യന് ഇതുവരെ അവർക്കൊരു പ്രോപ്പർ പുഷ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെ വലിയൊരു അതിശയം. ഈ WWE ഏറ്റവും വലിയ ബുക്കിങ്ങിൻ്റെ ഏറ്റവും വലിയ ഫോൾട്ടാണ് ഈ LA നൈറ്റ്, ചെൽസി ഗ്രീൻ അങ്ങനെയുള്ളവർക്കൊന്നും ഇതുവരെ ഒരു മെയിൻ എവൻറ്റ് സീനിലോട്ട് എലിവേറ്റ് ആകാൻ പറ്റിയിട്ടില്ല എന്നുള്ളത്. ഇപ്പോഴും റോമൻ കോടി ആ ഒരു ഇതിൽ നിൽക്കുക 3-4 വർഷമായിട്ട് ഇപ്പോഴും ആ ഒരു ആൾക്കാരാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അവരാരും വേണ്ടെന്നല്ല, പക്ഷേ ഈ ഒരു സെഗ്മെൻറ്റിലോട്ട് ഇപ്പം ഈ WWE മെയിൻ ഒരു പ്രശ്നമായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നത് അവർക്കിപ്പോഴും യങ് സ്റ്റാർസ് മെയിൻ ഇവൻറ്റിലോട്ട് കൊണ്ടുവരാനായിട്ട് അവർക്ക് ഇതുവരെ അങ്ങോട്ട് പറ്റുന്നില്ല. ഇപ്പോഴും ഈ ഇത്രയും പ്രായമായവരെ വെച്ചിട്ട് മുന്നോട്ട് എങ്ങനെയും കളി നടത്താനാണ് അവർ നോക്കുന്നത്. ഈ യങ് സ്റ്റാർസ് കൊണ്ടുവരുന്നുണ്ട്. ഇപ്രാവശ്യത്തെ റോൾ റബിൾ ഭയങ്കര ഒരു നല്ലൊരു ചാൻസ് ആയിരുന്നു ബ്രോൺ ബ്രേക്കറിനെ ആ ഒരു സെറ്റപ്പിലോട്ട് കൊണ്ടുവരാൻ. തീർച്ചയായിട്ടും. അതെ, ബ്രോൺ ബ്രേക്കർ എല്ലാം ബിൽഡായി വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. അതൊന്ന് എടുത്തെറിഞ്ഞാൽ മാത്രം മതിയായിരുന്നു ആക്ച്വലി. റൂമർ എല്ലാം ഇങ്ങനെയായിരുന്നു, ബ്രോൺ ബ്രേക്കറാണ് ജയിക്കാൻ പോകുന്നത്. ഇപ്പം ഒബ്വിയസ്ലി അവരുടെ പ്ലാൻ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോൺ ബ്രേക്കർ ജയിക്കുന്നു, സെത്ത് റോളിൻസുമായിട്ടുള്ള സെഗ്മെന്റ് ആയിരുന്നു ഇവഞ്ച്വലി. പക്ഷേങ്കിൽ അതിന് ഇപ്പോൾ സെത്ത് റോളിൻസ് ഇഞ്ചേർഡ് ആയതുകൊണ്ട് അവർക്ക് കുറച്ച് പ്ലാൻസ് മാറ്റേണ്ടി വന്നു. അന്നായിരുന്നാലും ഇപ്പോൾ ആ ഒരു സെത്ത് റോളിൻസിനെ അവൻ അറ്റാക്ക് ചെയ്തു, അവനെ എടുത്ത് ദൂരെ കളഞ്ഞു. വിഷൻ എന്ന് പറഞ്ഞൊരു ഇതിലോട്ട് അവൻ മുന്നോട്ട് കയറി വന്നു. അപ്പോൾ അത് വേണമെങ്കിൽ ബ്രോൺ ബ്രേക്കറിനെ അവർക്ക് വേണമെങ്കിൽ ലീഡ് ചെയ്യായിരുന്നു. റോയൽ റംബിൾ ജയിക്കുന്നതോടെ അവൻ ചലഞ്ച് ചെയ്യുന്നു വേൾഡ് ചാമ്പ്യനെ, അങ്ങനെ ഒരു ഇതിലോട്ട് പോയായിരുന്നു. സെത്ത് റോളിൻസ് പോയതായിരിക്കാം അവർക്ക്. ഇപ്പം സെത്ത് റോളിൻസ് വേൾഡ് ചാമ്പ്യൻ അല്ലല്ലോ, അതുകൊണ്ടായിരിക്കാം അവർ ആ സെഗ്മെന്റ് ഒന്ന് കൂൾ ഓഫ് ചെയ്ത് ഇപ്പം അതിലോട്ട് ലീഡ് ചെയ്യാതെ ഇനിയിപ്പം ബ്രോൺ ബ്രേക്കർ റോയൽ റംബിളിൽ നിന്ന് പുറത്തായ അതിലോട്ട് ലീഡ് ചെയ്യുന്ന വെച്ചാൽ ഒരു പക്ഷേ സെത്ത് റോളിൻസും അവനും തമ്മിലുള്ള മാച്ച് ആയിരിക്കാം. കാരണം ഓഫ് കോഴ്സ് അതായിരിക്കണം ലീഡപ്പ്. കാരണം അല്ലെങ്കിൽ പിന്നെ വേറെ ആര് അവനെ ഇപ്പം അറ്റാക്ക് ചെയ്യാനാ, അങ്ങനെ ഒരു ഇത് വരുന്നു. അപ്പം അതിൻ്റെ കൂടെ LA നൈറ്റിനും ഒരു ചാൻസ് അതിനകത്തുണ്ട്. LA നൈറ്റിൻ്റെ എന്നാ പറയുന്നത്, LA നൈറ്റിനും ഇതുവരെ ആ മെയിൻ ഇവൻസിലോട്ട് വരാൻ പറ്റാത്തതിൻ്റെ കാരണമായിട്ട് വിഷൻ ഒരു മെയിൻ ഒരു റീസണാണ്. അവനെ എപ്പോഴും അറ്റാക്ക് ചെയ്തു. അപ്പം അതുകൊണ്ട് അവൻ അതിനു വേണ്ടി പക വീട്ടാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു എന്നുള്ള രീതിയിൽ അതും നല്ല ഒരു സെഗ്മെൻ്റാണ്, നല്ലൊരു സ്റ്റോറി ലൈനാണ്. അത് നല്ലപോലെ പോയാൽ മതി, നല്ലൊരു ഫിനിഷിങ് കിട്ടിയാൽ മതി ആ സ്റ്റോറിക്ക്. അതെ അതെ. ഇൻ ബിറ്റ്വീൻ ഒരു മാച്ച് ഉണ്ടായിരുന്നു ആക്ച്വലി, പെൻറ്റയും ബ്രോൺസൺ റീഡും ആയിട്ടുള്ള. അതിലും സെയിം LA നൈറ്റ് ഇന്റർപ്റ്റ് ചെയ്തു. അതെ, പെൻറ്റയ്ക്ക് വിക്ടറീസ് ആവാൻ. അതെ അതെ. ഇതുപോലെ തന്നെ ഇപ്പം ഈ യങ് സ്റ്റാർസിനെ പറഞ്ഞപ്പോഴാണ്, ഇപ്പം WWE ഏറ്റവും ബെസ്റ്റ് ഡിസിഷനാണ് യങ് സ്റ്റാറായ ഓബാഫെമിയെ ബിൽഡ് ചെയ്തേക്കുന്നത്. ഓബാഫെമിയുടെ മെയിൻ റോസ്റ്ററിലുള്ള ഡേബ്യൂ അവർ അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. അത് ഒരു ഇതിൽ തന്നെ റോയിലും സ്മാക്ക് ഡൗണിലും അവർ ചെയ്ത അതൊരു തീർച്ചയായിട്ടും നല്ലൊരു ഇത് തന്നെയായിരുന്നു. റോയില് വാർ റൈഡേഴ്സ് ആയിട്ടും. അതെ അതെ അതെ. അവൻ ഏത് ടീമിൽ കയറും അല്ലെങ്കിൽ ഏത് ഷോയിലോട്ട് അവൻ പോകും എന്നുള്ള ഇൻട്രീഗ് ഇതുകൊണ്ട് കൊണ്ടുവരാൻ പറ്റും. അവനൊരു ഫ്രീ ഏജന്റ് പോലെ ഇപ്പം വർക്ക് ചെയ്യുന്നത്. അപ്പം അവന് ഏത് ടീമിലോട്ടും വേണം സൈൻ ചെയ്യാം എന്നുള്ള രീതിയിൽ അവനെ സെഗ്മെന്റ് ആ ഒരു രീതിയിലോട്ട് ഈ രണ്ടിടത്തും വന്നത് അങ്ങനെ ഒരു നല്ലൊരു സെഗ്മെന്റിലോട്ട് ആയിക്കോളൂ. കാരണം ആര് വേണേലും അവനെ സൈൻ ചെയ്യാൻ തയ്യാറായിരിക്കും. ഇത്രയും നല്ലൊരു സ്റ്റാറിനെ ഇപ്പോൾ കമന്റേറ്റേഴ്സ് ആണെങ്കിലും പുഷ് ചെയ്യുന്നത് ഹീസ് എ ഫ്യൂച്ചർ വേൾഡ് ചാമ്പ്യൻ, ഹീസ് ദ ഫേസ് ഓഫ് ദ കമ്പനി ഫോർ ദ ഫ്യൂച്ചർ എന്നുള്ള രീതിയിലാണ്. അപ്പം ആ ബുക്കിംഗ് അടിപൊളിയാണ്. അവനൊരു പവർ ഹൗസ് ആണ്, അവനെ അങ്ങനെ തന്നെ നിർത്തണം. അല്ലാതെ ചുമ്മാ ഈ ഒന്നിനും കൊള്ളാത്ത ഫ്യൂഡിലോട്ടിട്ട് ചുമ്മാ അവനെ ആൾക്കാരിൽ അവനുള്ള ആ സപ്പോർട്ട് കളയാതിരുന്നാൽ മതി. വാർ റൈഡേഴ്സ് ആയിട്ടാണെങ്കിലും മീൻസ് വാർ റൈഡേഴ്സിന് നമുക്കറിയാം, ഈവൻ അവർ രണ്ടുപേരെ നമ്മൾ കാണുമ്പോഴത്തേന് തന്നെ നമുക്ക് ആക്ച്വലി ഇതാവും. അപ്പൊ വാർ റൈഡേഴ്സിനെ ആയിട്ട് ഫസ്റ്റ് എടുത്തിട്ട് തന്നെ കുടഞ്ഞു അവര്. പുള്ളി വന്ന് ഓബഫെമി എടുത്തിട്ട് കുടഞ്ഞു. പിന്നെ സ്മാക്ക് ഡൗണിലാണെങ്കിലും കിറ്റ് വിൽസിന്റെ ഡെയിലി അല്ല എല്ലാ വീക്കിലും ഉള്ള ഒരു സെഗ്മെന്റ് ആയിരുന്നു. പുള്ളി ടോക്സിക് മാക്സിലിനിറ്റിയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഓബഫെമി വന്നു. അതെ, അത് ഫ്യൂ സെക്കൻഡ്സേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ സ്റ്റിൽ മീൻസ് അവന്റെ ആ ഒരു ബിൽഡ് നമുക്ക് മനസ്സിലാകാം. അവര് ഓബഫെമി എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകാൻ പറ്റും. അപ്പൊ അവനൊരു പിന്നെ പറയുന്ന കൂട്ടത്തിൽ അപ്പം കിറ്റ് വിൽസിന്റെ കാര്യം പറയാൻ പറ്റില്ല. കിറ്റ് വിൽസിന്റെ തീമിനെ കുറിച്ചുള്ള നിന്റെ അഭിപ്രായം എന്താ? കിറ്റ് വിൽസിന്റെ തീം ഇപ്പം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന മെയിൻ കാര്യമാണ് ഈ WWE തീം സോങ്സ് അല്ലെ ടൈറ്റൻ ട്രോൺസ് വീഡിയോസ്.
മിക്ക ആൾക്കാർക്കും അങ്ങനെ ഒരു സാധനമില്ല. പണ്ടത്തെ പോലെ പണ്ടത്തെ റെസ്ലിംഗ് ടീംസും ടൈറ്റൻസും ഒന്നും നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും ഒരു ഹൈലൈറ്റ് ഉണ്ടായിരുന്നു. ഇപ്പം ചുമ്മാ പേരെഴുതി കാണിക്കും, കുറച്ച് ഈ മറ്റേ എഫക്റ്റും കയറ്റി വിടും. അതല്ലാതെ അല്ലെ കുറച്ച് സ്ലൈഡ് ഷോ പേര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന ഒരു പരിപാടി ഇപ്പോഴത്തെ WWE ടൈറ്റൻ റൗൺ. പണ്ട് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ റെസ്ലിംഗ് ഹൈലൈറ്റ്സ് അങ്ങനത്തെ അല്ല, അവരുടെ ക്യാരക്ടർ എങ്ങനെയായിരുന്നുള്ള വർക്ക് അതൊക്കെ. അപ്പം അത് ഭയങ്കരമായിട്ട് ആൾക്കാരെ കണക്ട് ചെയ്യും, അല്ലെ ആൾക്കാരിൽ അത് ഈ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അപ്പം കിഡ് വിൽസൺ അങ്ങനെ ഒരു ടൈറ്റൽ റൗൺ കിട്ടിയത് തന്നെയാണ് അവനെ. അതുപോലെ തന്നെ അടിപൊളി ഒരു സോങ്ങും അതും കൂടെ കിട്ടിയപ്പോഴത്തേന് അളിയൻ്റെ ആൾക്കാർ അവനെ അങ്ങോട്ട് കാണാൻ തുടങ്ങി. അതിൻ്റെ വേറൊരു ഉദാഹരണമാണ് ഇപ്പം സ്റ്റെഫനി വക്കേർ. പുള്ളിക്കാരിയുടെ തീം അവർ കഴിഞ്ഞ റോയി മാറ്റി. അവളുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അതിനകത്ത് അവൾ പറയുന്നുണ്ട് ഷോൺ മൈക്കിൾസിനോട് ഞാൻ കാല് പിടിച്ച് പറഞ്ഞു മാറ്റരുത്. ഷോൺ മൈക്കിൾസ് എന്തെങ്കിലും ചെയ്യാൻ നോക്കി, പക്ഷേ അവർക്ക് ഷോൺ മൈക്കിൾസിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവളുടെ തീം അവർ മാറ്റി. അവൾ ഇറങ്ങി വന്നപ്പോൾ ഇത് ആരാന്ന് പോലും മനസ്സിലാകാത്ത രീതിയിൽ ആൾക്കാർക്ക് അങ്ങോട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റിയില്ല. അത് വലിയൊരു ഇതാണ് ഇപ്പോഴത്തെ WWE ഏറ്റവും വലിയ വിഷയമാണ്. ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ എടുത്ത് തീം മാറ്റി, കണ്ടവരുടെ എല്ലാം തീം ചുമ്മാ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പം അത് ഒരു ക്യാരക്ടറിനെ എന്നാ നമ്മുടെ ആൾക്കാരുടെ ഉള്ളിൽ അല്ലെ കാണികളുടെ മനസ്സിൽ അത് എന്നെ പതിക്കാൻ പറ്റുന്ന ഒരു സാധനമായി ഈ ടൈറ്റൻ. നമ്മൾ കാണുമ്പോൾ തൊട്ട് പണ്ടത്തെ റെസ്ലേഴ്സ് ജോൺ സീന, ബറ്റീസ്റ്റ, ഇവരുടെ എല്ലാം ടൈറ്റനോ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ആവേശമായിരുന്നു. അതെ അതെ അതെ, ശരിക്കും പറഞ്ഞാൽ ഇപ്പം നിലവില് പറയാനോ അങ്ങനെ നമുക്ക് എടുത്തു പറയാൻ ഇല്ല. ഒരു WWE തീം സോങ് എന്ന് പറയാനൊന്നും നമുക്കിപ്പോ ഇല്ലല്ലോ. അങ്ങനെ ഇപ്പോഴത്തെ അവര് ഇപ്പൊ ഡെഫ്രബിൾ ആയിട്ടൊരു അങ്ങനെ ഒരു എന്നാ പറയുന്ന ഒരു ആർട്ടിസ്റ്റാണ് ഇപ്പം WWE തീമൊക്കെ ചെയ്യുന്നത്. അവരുമായിട്ട് എന്തൊക്കെയോ ചെറിയൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ആദ്യം ഡെഫ്രബില് ശരിക്കും പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി അല്ല അവർ കൊടുക്കുന്നത്. അവർക്ക് അറിയായിരിക്കും ചെയ്യാൻ, പക്ഷെ അവർക്ക് ഇതിനകത്ത് ഒരു വലിയ ഗുണം കിട്ടുന്നില്ലാത്തതുകൊണ്ട്, അങ്ങനെയാണ് റൂമേഴ്സ് വരുന്നത്, അവർക്ക് ഇതിനകത്ത് വലിയ ഗുണമൊന്നും കിട്ടുന്നില്ലാത്തതുകൊണ്ട് അവരുടെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ ഇതിനകത്ത് എടുക്കുന്നില്ലെന്നാണ് ഇപ്പോഴത്തെ ഒരു പറച്ചിൽ. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ തീം സോങ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവും. എല്ലാം ഒന്ന് രണ്ടെണ്ണം കാണും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ന്യായം സാധനം, ബാക്കിയെല്ലാം ഒരു ജനറിക് തീം സോങ്സ് ആണ്. ഇപ്പം സ്റ്റെഫനി വക്കാറിൻ്റെ തന്നെ ആദ്യത്തെ നല്ല തീമായിരുന്നു, അതെന്തിനാ മാറ്റിയെന്ന് ഇപ്പോഴും എനിക്ക് അറിയാൻ പറ്റില്ല. ജനറിക് ഇപ്പം ഭയങ്കര ജനറിക് ആയിപ്പോയി ഇപ്പം കിട്ടിയത്. പക്ഷെ അത് അവളുടെ ക്യാരക്ടറെ ഡിറൈൽ ഇല്ലെന്ന് വിശ്വസിക്കുന്നു. അതെ അതെ, അത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ CFOയുടെ കാര്യം പറഞ്ഞപ്പോൾ CFO എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് NXT ബ്ലാക്ക് ആൻഡ് ഗോൾഡ് എറയില് ഉണ്ടായിരുന്ന ആ ഒരു CFO ചെയ്തിരുന്ന എല്ലാം വളരെ നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങളായിരുന്നു 2021 വരെയുള്ളത്. അവരുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അവരുടെ കുറച്ച് ലൂപ്പാ, കുറച്ച് നേരത്തെ സോങ് ആയിരിക്കും, പക്ഷെ അതെല്ലാം ക്യാച്ച് ചെയ്യാം. ബോബി റൂഡിന്റെ ഗ്ലോറിയസ്, അല്ലെങ്കിൽ ടൊമാസോ ചാമ്പോ, അല്ലെങ്കിൽ ജോണി ഗാർഗാനോ, ഇവരുടെ എല്ലാം പലരുടെയും തീം സോങ്സ് അടിപൊളിയായിരുന്നു. അതെ അതെ അതെ, ആഡം കോൾ, എല്ലാം നല്ലതായിരുന്നു. അൺഡിസ്പ്യൂട്ടഡ് എറ, അവരുടെ എല്ലാം അടിപൊളിയായിരുന്നു. അതെ അതെ. പിന്നെ വിമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ഡിഫെൻഡ് ചെയ്തിരുന്നു നമ്മുടെ റിയോ ചാമ്പ്യൻഷിപ്പ് അല്ലേ? അതെ, അത് അവരുടെ ഒരു ഡൈനാമിക്സ് അടിപൊളിയാണ്, അവരുടെ ടാഗ് ടീം നൈസാണ്. റിയാ റിപ്ലി പ്രത്യേകിച്ച് ഭയങ്കര ഒരു സപ്പോർട്ടാണ് ആൾക്കാരുടെ. അവർക്ക് ഒരു സൂപ്പർ സ്റ്റാർ ഒരു പദവിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അവളുടെ ഒരു തീം സോങ് കേൾക്കുമ്പോഴേ എല്ലാവരും ആവേശഭരിതരായിത്തീരും. ചാർജ് ആവും മറ്റേ സിനിമയ്ക്ക് അത് പറയുന്ന പോലെ. അതുകൊണ്ട് നൈസാണ്. പക്ഷെ ഇത് എങ്ങോട്ടാ പോകുന്നത്? ഇപ്പം കുറച്ച് നാളത്തെ മെയിൻ സീനിൽ നിന്ന് മാറ്റി ഒരു ക്യാരക്ടർ ബിൽഡപ്പിനായിരിക്കും അവരിപ്പം ടാഗ് ടീമിലോട്ട് ഇട്ടേക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ, ഞാൻ ഇച്ചിരി മുമ്പേ പറഞ്ഞ പോലെ, എല്ലാവരും ഇൻവോൾവ് ചെയ്തൊരു നല്ലൊരു മാച്ച് റെസ്ൽമേനിയ ഇടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. അതെ. പിന്നെ മിസ് ആൻഡ് കാർമെലോ ഹെയ്സിന്റെ അതൊരു ഇതായിരുന്നു, നൈസ് ഒരു മാച്ച് തന്നെയായിരുന്നു ആക്ച്വലി. പ്രത്യേകിച്ച് അടിപൊളിയായിരുന്നു. ആ കൗണ്ടർ അടിപൊളിയായിരുന്നു. അവരുടെ കെമിസ്ട്രി നല്ലപോലെ വർക്കൗട്ട് ആവുന്നുണ്ട്. അവർ ഓൾറെഡി ഒരു ടീമായിട്ട് ആദ്യം തുടങ്ങി, അത് കഴിഞ്ഞ് പിന്നെ അവർ ഫീഡ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് അവരുടെ ഉള്ളിലുള്ള അവരുടെ ഇടയ്ക്കുള്ള ആ കെമിസ്ട്രി ശരിക്കും വർക്കൗട്ട് ആവുന്നുണ്ട്. അവരുടെ മാച്ചുകൾ കാണുമ്പോൾ നമുക്കറിയാം. പിന്നെ ആ കൗണ്ടർ സ്കൾ ക്രഷിംഗ് ഫിനാലെ മിസ് അടിക്കാൻ പോയപ്പോഴത്തേനും അവൻ റോൾ ചെയ്തുള്ള കൗണ്ടർ അടിപൊളിയായിരുന്നു. അത്
അവൻ്റെ ഒരു ഇത് പറയുന്നുണ്ട്. അവന് ഓൾമോസ്റ്റ് ഒരു വർഷമായിട്ട് അവൻ്റെ കയ്യിലുള്ള കൗണ്ടർ അത് അവനത് ഓക്കെ. ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് കിട്ടിയെന്ന്. ഇത്ര നാളുള്ള അവരുടെ ആ ഒരു കെമിസ്ട്രിയിൽ അവൻ വർക്കൗട്ട് ചെയ്ത് എടുത്തായിരിക്കാം. ഓക്കെ. കാർമൽ ഹൈസ് ശരിക്കും നല്ലൊരു ഡിഫെൻഡിങ് ചാമ്പ്യൻ ആണ്. ആ US ടൈറ്റിൽ ഇപ്പോഴും ആ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കുന്നു. അതായത് അതൊരു നല്ല രീതിയിൽ തന്നെ കാർമൽ ഹൈസ് കൊണ്ടുപോകുന്നുണ്ട്. ആക്ച്വലി ഓപ്പൺ ചലഞ്ചസും എല്ലാം ആയിട്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. നമുക്ക് വേൾഡ് ടൈറ്റിൽ സീൻ അല്ലെ മെയിൻ ഇവന്റ് സീൻ ഉള്ള പോലെ തന്നെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മിഡ് കാർഡ് സീൻ. ഇപ്പം പണ്ടത്തെ ലെജൻഡറി മിഡ് കാർഡ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പം അതുപോലെ ഒരു ലെജൻഡറി മിഡ് കാർഡ് ഇപ്പം വരണം. സാമിസൈൻ അതിന് തുടക്കം കുറിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഇലിയ ഡ്രാഗണോ അത് ഫോളോ ചെയ്തു. ഇപ്പം ഇവൻ കാർമല്ലോ അത് ഫോളോ ചെയ്യുന്നു. കാർമല്ലോ ആദ്യം വന്ന് മെയിൻ റോസ്റ്ററിൽ വന്ന് കുറേ നാള് ചുമ്മാ ഒന്നും ചെയ്യാൻ മേലാത്ത ഒരു രീതി ഇരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ കിട്ടിയിരിക്കുന്ന റണ്ണ് നല്ലതാണ്. അത് മെയിൻറ്റെയിൻ ചെയ്തു പോയാൽ മതി. അത് ഈ മിഡ് കാർഡ് ടൈറ്റിൽ പിക്ചർ ഇച്ചിരൂടെ ഒന്ന് ബലപ്പെടുത്താൻ അത് ഉപകരിക്കും. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് സീൻ നല്ലതാണ്. ഇപ്പം റോയ് നോക്കിയ ഇന്റർകോണ്ടിനൽ ടൈറ്റിൽ സീൻ അങ്ങനെ വലിയ മെച്ചമാണോന്ന് ചോദിച്ചാൽ ഡൊമിനിക് ആണ്. പക്ഷേ അവനിപ്പം ചെറിയ ഇഞ്ചറി ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ശരിക്കും പ്രോപ്പറായിട്ട് അവന് റൺ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരു കുഴപ്പമുണ്ട്. അതുകൊണ്ട് ആ ഇന്റർകോണ്ടിനൽ ടൈറ്റിൽ സീൻ ഇച്ചിരി മടുപ്പായിട്ടിരിക്കുകയാണ്. പക്ഷേ റെസ്മേനിയ തീരുന്നതോടെ ഒരു പക്ഷേ അതിനൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാം. അതെ. പിന്നെ എനിക്ക് പിന്നെ അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് ചെൽസി നമ്മൾ പറഞ്ഞിരുന്നു. റാൻഡി സോളോ അലസ്റ്റർ ബ്ലാക്കിന്റെ മെൻസ് എലിമിനേഷൻ ചേംബർ ക്വാളിഫയർ. അതും കൊള്ളായിരുന്നു. അത് ട്രിപ്പിൾ ത്രെട്ടിന് പറ്റുന്നോ നമുക്കറിയാലോ. ട്രിപ്പിൾ ത്രെട്ടിൽ എങ്ങനെയാണ് ഒരു നോർമൽ ട്രിപ്പിൾ ത്രെട്ട് എങ്ങനെ കൊണ്ടുപോകണോ ആ രീതിക്ക് അവർ കൊണ്ടുപോയി. ഇവഞ്ചലി പറഞ്ഞ പോലെ ഒരു നൈസ് ആർക്കോയിൽ പണി നിർത്തി പരിപാടി. വിക്ടോറിയസ് ആയി റാൻഡി ഓർട്ടൺ അങ്ങനെ ക്വാളിഫൈഡ് ആയി. ഇനി ബാക്കി 5 പേർ. അതിന് ആരായിരിക്കുമെന്നാണ് നമുക്ക് കണ്ടറിയേണ്ടത്. ഈ ഒരു സീനിൽ എങ്ങനെയാണ് അവരത് റൺ ചെയ്ത്. ഇപ്പം നമുക്ക് ഒബ്വിയസ്ലി അറിയാം. ഇപ്പം ഡ്രൂവിനെ ചലഞ്ച് ചെയ്യാനുള്ളവരുടെ ആണല്ലോ. ഇപ്പം ഇതിനകത്ത് ഇപ്പം എങ്ങനെ അവരത് കൊണ്ടുപോകും. കാരണം ഓൾറെഡി ഡ്രൂവിന് മുഴുവൻ എതിരാളികളാണ്. കോഡിയുണ്ട്, ജേക്കബ് ഫാറ്റും ഉണ്ട്. അതിൻ്റെ കൂടെ ഇപ്പം ഇവന്മാർ ഇപ്പം എലിമിനേഷൻ ക്വാളിഫയറിനകത്ത് ഇവന്മാർ വരുമോ, കോഡിയും ഫാറ്റും വരുമോ, അതോ അതിന് മുമ്പ് ഇവന്മാർ തമ്മിലുള്ള ഫ്യൂഡ് തീർക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. കാരണം ഓൾറെഡി ഈ ഇപ്പം ഡ്രൂ ചാമ്പ്യൻ ആയിരുന്നിടത്തോളം കാലം കോടിക്ക് ശരിക്കും ചലഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അത് എങ്ങനെയാണ് അവരത് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് നമുക്കറിയത്തില്ല. അവൾ ഓൾറെഡി പറഞ്ഞല്ലോ ചലഞ്ച് ചെയ്യാൻ പറ്റില്ല ആക്ച്വലി. പക്ഷേ എലിമിനേഷൻ ചേംബർ മാച്ച് വിൻ ചെയ്യുവാണെങ്കിൽ പക്ഷെ അങ്ങനെ അവരത് കൊണ്ടുവരുമായിരിക്കും. അതെ. പക്ഷേ കോടി WWE ടൈറ്റിൽ പിക്ചറിൽ ഉടനെ ഒന്നും വരേണ്ട ഒരു കാര്യമില്ല. വേറെ വല്ലവരും ഇപ്പം അതായിരിക്കും ഏറ്റവും നല്ലത്. അളിയനിപ്പം വേറെ വല്ലോ എന്നാ പറയുന്നത് ഫ്യൂഡോ വല്ലോ എടുത്ത് പോകുന്ന ഏറ്റവും നല്ലത്. അതെ. ജേക്കബായിട്ടൊന്നും ഇതും കൂടെ റെസ്ൽമേനിയ എനിക്ക് അറിയില്ല എന്താണ് ജേക്കബിന്റെ റോള് എന്തായിരിക്കും. കാരണം മാക്കിൻഡയറിലെ കോഡിയും ജേക്കബും ഇന്നലെ അറ്റാക്ക് ചെയ്തു. അപ്പം നമുക്കറിയില്ല എന്താണ് അതിന്റെ അവരുടെ പിക്ചർ എന്താണെന്ന് നമുക്ക് വരുന്ന ആഴ്ചകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. അതേ ഉള്ളൂ. നമുക്കിപ്പം നമുക്കത് വർക്കൗട്ട് നമുക്ക് കാണാൻ പറ്റും അത് എങ്ങനെയാണ് അവർ വർക്കൗട്ട് ചെയ്യുന്നത്. കാരണം പറഞ്ഞ പോലെ തന്നെ പിന്നെ ഇപ്പം LA നൈറ്റ് ഇതിനകത്ത് ക്വാളിഫയറിൽ പങ്കെടുക്കുമോ ഒന്നും അറിയത്തില്ല. അവരെല്ലാം ഇതിനകത്ത് വേണം ഇൻവോൾവ് ആകാൻ സാധ്യതയുള്ളവരാ. ഇത് ആർക്ക് വേണമെങ്കിൽ ചെയ്യാമല്ലോ. പക്ഷെ അവര് എങ്ങനെയും അതൊക്കെ റെഡിയാക്കി എടുക്കും. പിന്നെ വേറൊരു വലിയ കാര്യം NXT-ലായിരുന്നു. NXT ചാമ്പ്യൻഷിപ്പ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നൈസ് മാച്ചായിരുന്നു. NXT ചാമ്പ്യനായിട്ട് നമ്മുടെ ജോ ഹെൻറി അവതരിച്ചിരിക്കുകയാണ്. ജോ ഹെൻറി എന്ന് പറയുന്നത് നമുക്കറിയാം 1-2 വർഷമായിട്ട് WWE-ൽ ഒരു തരംഗം സൃഷ്ടിച്ച ആളാണ്. അവസാനം അവൻ NXT-ൽ ചാമ്പ്യനായിട്ടുണ്ട്. അവനെ വർഷങ്ങളായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അവൻ UK സീനിലുണ്ടായിരുന്നപ്പോൾ തൊട്ട് UK ഇൻഡിപെൻഡൻറ്റ് റെസ്ലിംഗ് സീനിൽ തൊട്ട് ഞാൻ ഫോളോ ചെയ്യുന്നതാണ്. അളിയൻ്റെ ഒരു വലിയ കാര്യമാണ് അളിയൻ്റെ ഒപ്പോണൻ്റ് ആരാണോ അവർക്കെതിരെ ഒരു ഡിസ്ട്രാക്ക് ഉണ്ടാക്കും, ഒരു സോങ് ഉണ്ടാക്കും. അതുമായിട്ടായിരിക്കും ഇറങ്ങി വരുന്നത്, തീം സോങ് പോലെ ഇട്ട്. അവൻ്റെ ആ ക്യാരക്ടർ തൊട്ട് ഞാൻ ഭയങ്കര അത് കണ്ടപ്പോൾ തൊട്ട് എനിക്ക് അവനെ ഭയങ്കര താല്പര്യമായിരുന്നു. നമുക്കത് കാണാനും അവൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ് ഡെവലപ്പ് ആകുന്നത്, അവൻ എപ്പോഴും ഇന്ന് WWE വരുമെന്നുള്ളൊരു ആകാംക്ഷയുണ്ടായിരുന്നു. ഇവഞ്ചിലേ സംഭവിച്ചു.
അത് ആക്ച്വലി ഒരു 7-man ലാഡർ മാച്ച് ആയിരുന്നു. റിക്കി സെയിൻസും അവസാനം ജോ ഹെൻറിയും ആയിട്ടായിരുന്നു ലാസ്റ്റ് ആ ഒരു മൂവ്മെന്റ് ഉം. ഇത് ചെയ്തതും. അപ്പം റിക്കി സെയിൻസിന് ഒരു ഇതുണ്ട്, ഓൾറെഡി ഒരു ചാമ്പ്യൻ ആയിരുന്നു റിക്കി സെയിൻസ്, NXT ചാമ്പ്യൻ ആയിരുന്നു. പിന്നെ ഷോൺ ലെഗസിയും ഡിയോൺ ലെനക്സും കെനു കാർവർ, അടുത്ത അടുത്ത ഒരു ഒബോഫെമി. ഒബാഫെമി എന്ന് വേണം പറയാം. അതെ അതെ അതെ. പിന്നെ അത് വളുപ്പാ, ജാക്സൺ കാരണം ബ്രേക്ക്. അവന്റെ കാര്യം വളുപ്പാ. അവന് ബുക്കട്ടി അടിയ, അവൻ ബുക്കട്ടിയായിട്ടൊരു സെഗ്മെന്റ് ഉണ്ട്. ഇവർക്കൊരു ഒരു ഒരു എന്നാ പറയുന്ന റിയാലിറ്റി ഷോ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പം ബുക്കട്ടി പറഞ്ഞൊന്നും അവൻ കേട്ടില്ല. അതിന് ബുക്കട്ടി അവനുമായിട്ട് കാര്യം അങ്ങനൊരു ഇൻസൈഡർ സ്റ്റോറി പോകുന്നുണ്ട്. അത് കാരണം അത് കാണാൻ നല്ല രസമാണ്, ബുക്കട്ടിയുടെ റിയാക്ഷനും. ശരിയാ. പിന്നെ ഡ്രൂ ആക്ച്വലി നമുക്ക് ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ സ്മാക്ഡൗണിൽ റോമൻ റെയിൻസ് ഇപ്പം നെറ്റ്ഫ്ലിക്സിനെ, അതായത് മെയിൻ ചാമ്പ്യൻഷിപ്പ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ആണ് അവിടെ പറഞ്ഞപ്പോഴത്തേന് ഇപ്പം ഡ്രൂ അതിനെക്കുറിച്ച് നല്ലൊരു പ്രോമോ തന്നെ ഡ്രൂവിന് കട്ട് ചെയ്യാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ ഒരു ചാമ്പ്യൻഷിപ്പ് തന്നെയാണ് WWE യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് എന്ന് ഡ്രൂ ആ ഒരു പ്രൊമോയിലൂടെ വ്യക്തമാക്കുന്നു. ഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻഷിപ്പ് അത് ശരിയാണ്. കാരണം ഈ റോമൻ ശരിക്കും പറഞ്ഞാൽ ഈ അവൻ അതാണ് പ്രൈമറി അല്ലെങ്കിൽ ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞ് അവൻ CM Punkനെ ചലഞ്ച് ചെയ്യുമ്പോൾ മറ്റേ ചാമ്പ്യൻഷിപ്പിനെ അടിച്ച് താത്തത് അതെങ്ങനെ ആയിരിക്കും എന്നുള്ളത്, ഡ്രൂവിൻ്റെ പ്രോമോ എങ്ങനെ ആയിരിക്കും എന്ന് നമുക്കൊരു റെസ്ലിംഗ് വേൾഡിൽ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. ഒരു എങ്ങനെ ആയിരിക്കും ഡ്രൂ അത് വർക്കൗട്ട് ചെയ്യുന്നത്. അത് നല്ല രീതിയിൽ അവൻ വർക്കൗട്ട് ചെയ്തു. കാരണം അവനെ തന്നെ പറഞ്ഞു, ഓക്കെ നീ എന്നെ ചൂസ് ചെയ്താൽ നിൻ്റെ മുന്നിലുള്ള ഒരു സ്കോട്ടിഷ് വാരിയറാണ്. അവനെ തോപ്പിക്കാൻ നീ ചിലപ്പം ബ്ലഡ് ലൈൻ മുഴുവൻ കൊണ്ടുവരേണ്ടി വരും. അതിന് പകരം CM Punkുമായിട്ട് നീ മാച്ച് എടുത്താൽ അത് നല്ലത്, നിനക്ക് എളുപ്പമുണ്ട് എന്നുള്ള രീതി. കാരണം അവനെ തന്നെ സിമെന്റ് ചെയ്തു. അവൻ നല്ലൊരു ഒരു ചലഞ്ചർ ആയിരിക്കും, അല്ലെങ്കിൽ നല്ലൊരു ഒപ്പോണൻ്റ് ആയിരിക്കും റോമൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ അവൻ എന്ത് ചെയ്തും അവൻ്റെ ചാമ്പ്യൻഷിപ്പ് നിലനിർത്താൻ അവൻ പരിശ്രമിക്കും എന്നുള്ളതും കൂടെ അവൻ അതിനകത്തൂടെ പറഞ്ഞ് എന്നാ പറയുന്ന ഒരു സൂചന തന്നിട്ടുണ്ട്. അതെ. എന്താണെങ്കിലും നമുക്ക് WrestleMania കാണാം. നമുക്ക് WrestleManiaയിലോട്ടുള്ള ഇനിയും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ മുന്നിലോട്ട് നമുക്ക്. പക്ഷെ അതിലൂടെ എന്താണ് ബിൽഡ് ചെയ്യാൻ പോകുന്നത്, പ്രത്യേകിച്ച് എലിമിനേഷൻ ചേംബറാണ് തൊട്ട് മുന്നിലുള്ളത്. എലിമിനേഷൻ ചേംബറിൽ ആരായിരിക്കും ഡ്രൂവിനെ ചലഞ്ച് ചെയ്യുക എന്നുള്ളത് നമുക്ക് കാണാം. എല്ലാത്തിനും നമ്മൾ ഇത് ചെയ്യുന്നു. പക്ഷെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, നമുക്ക് ഓൾറെഡി ഇപ്പം WrestleMania ഒരു മാച്ച് ഫൈനലൈസ് ആയി, CM Punk വേഴ്സസ് റോമൻ റെയിൻസ്. മെയിൻ ഇവന്റ് സീൻ ഇസ് സെറ്റ്. ഇപ്രാവശ്യത്തെ ഒരു ദിവസത്തെ ഒരു നൈറ്റ് മെയിൻ ഇവന്റ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇത് ശരിക്കും പ്രോപ്പറായിട്ട് ഈ എന്നാ പറയുന്നത്, പങ്കിൻ്റെ ഒരു മെയിൻ ഇവന്റ് എന്ന് പറയാം. കഴിഞ്ഞ വർഷം മെയിൻ ഇവന്റ് കിട്ടി, ഓഫ് കോഴ്സ്. അതൊരു ട്രിപ്പിൾ ത്രെട്ട് പോലെ ഒരു ചാമ്പ്യൻഷിപ്പ് ഇൻവോൾവ് അല്ലാത്തതുകൊണ്ട് എനിക്കെപ്പോഴും മെയിൻ ഇവന്റ് സീൻ എന്ന് പറയുമ്പോൾ ഒരു ചാമ്പ്യൻഷിപ്പ് ഇൻവോൾവ് ആകുമ്പോഴാണ് അതൊരു മെയിൻ ഇവന്റ് സീനായിട്ട് എനിക്ക് അതൊരു അംഗീകരിക്കാൻ പറ്റുന്നത്. അപ്പം ഇത് ശരിക്കും ഒരു പ്രോപ്പർ മെയിൻ ഇവന്റ് കിട്ടി എന്ന് വേണം പറയാം. ഇവൻച്വലി CM Punkന്റെ ആഗ്രഹം ഇപ്പം 2 വർഷമായിട്ട് സഫലമായി. അതന്നെ വലിയൊരു കാര്യമാണ്. CM Punk ഒരിക്കലും നമ്മൾ ആരും വിചാരിച്ചില്ല CM Punk ഇനി തിരിച്ച് WWE വന്ന് മെയിൻ ഇവന്റ് സീനിൽ ലെറ്റലോൺ തിരിച്ചു വരുമെന്ന്. മെയിൻ ഇവന്റ് സീനിൽ വരുന്നതല്ല, തിരിച്ചു വരുമെന്ന് പോലും നമ്മൾ വിചാരിച്ചില്ല. പക്ഷെ അതെല്ലാം ഇതാണ് റെസ്ലിംഗ് വേൾഡിൽ പറയുന്നത് നെവർ സേ നെവർ എന്ന് പറയുന്ന ഇതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞപ്പോഴാണ് നെവർ സേ നെവർ പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം, ബിഗ്ഗി റിട്ടയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ അളിയ 4 വർഷമായി നെക്കൊടിഞ്ഞ് ഒത്തിരി വർക്ക് ചെയ്തു ഒന്ന് റെഡിയാക്കാനുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അവൻ എന്നെ മനസ്സിലായി ഇനിയിപ്പം പാടായിരിക്കും ഈ നെക്ക് കൊണ്ട് ഇനി തിരിച്ചു വരിക എന്നുള്ളത്. അതുകൊണ്ട് ഇനിയിപ്പം തൽക്കാലത്തേന് റിട്ടയർ ചെയ്തിരിക്കുന്നു. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അനാലിസിസും ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റും അല്ലെങ്കിൽ അവരുടെ ഈ ഓരോ പ്രീ ഷോ പാനലിലൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ ഒത്തിരി കാര്യങ്ങൾ അവൻ WWE ബാക്ക് സ്റ്റേജിൽ നടത്തുന്നുണ്ട്, ഇൻവോൾവ് ആണ്. അപ്പം അവനും പറഞ്ഞതാണ് നെവർ സേ നെവർ ആണ്. ഇപ്പം ഭാവിയിൽ എപ്പോഴേലും പറ്റുമെങ്കിൽ നോക്കാം എന്നുള്ള രീതിയിലാണ് ഇപ്പം അവൻ പറഞ്ഞ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു വർക്കറായിരുന്നു. പറഞ്ഞ പോലെ ഒത്തിരി അങ്ങോട്ട് വലിയ
ഇതൊന്നും വന്നില്ലെങ്കിൽ, ഒത്തിരി വേൾഡ് ചാമ്പ്യൻ ഒന്നും ആകാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യം WWE ചാമ്പ്യനായി. പിന്നെ ലെജൻഡറി ടാഗ് ടീം റണ്ണ് ന്യൂ ഡേ എന്ന രീതിയിൽ ഒരു അടിപൊളി ടാഗ് ടീം റൺ അവന് കിട്ടി. അതൊക്കെ കൊണ്ട് നല്ലൊരു കരിയറാണ്, ലെജൻഡറി കരിയർ തന്നെയാണ് അവൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതെ, ഇനിയുള്ള ദിവസങ്ങളിൽ റെസ്ൽമേനിയയുടെ അപ്ഡേറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ആഴ്ചത്തെ റെസ്ലിംഗ് ഇവന്റ്സും അനാലിസിസുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് വിത്ത് പ്രോ റെസ്ലിംഗ് അനലിസ്റ്റ്.